കനത്ത മഴയിൽ കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തുമെന്ന സൂചനകൾക്കിടെ മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ചേരുകയാണ്. ആദ്യം നമുക്ക് മഴ മുന്നറിയിപ്പിന്റെ വിവരങ്ങളിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് മഴ മുന്നറിയിപ്പിലോട്ടാണ് പോകുന്നത്. ലിഡിയയിലോട്ട് ലിഡിയ അത് വെള്ളക്കെട്ട്. ശരി, എന്നാ വെള്ളക്കെട്ടിലേക്ക് പോകാം ആദ്യം. അപ്പോൾ ലിഡിയ, രാവിലെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ മഴയുണ്ടായിരുന്നു കൊച്ചിയിൽ. ഇതിന്റെ ഭാഗമായാണോ? എന്താണ് നിലവിലെ അവസ്ഥ? അജിത, ഇന്നലെ രാത്രി മുഴുവൻ വലിയ ശക്തമായിട്ടുള്ള മഴയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 6 മണിക്ക് ശേഷം ചെറിയ രീതിയിലുള്ള ശമനം മഴയ്ക്കുണ്ടായിരുന്നെങ്കിലും വീണ്ടും മഴ അതിശക്തമായി തന്നെ കുറച്ച് ഒരു മണിക്കൂറിനിടയ്ക്ക്. അതെ ഹാഷ്മി, തീർച്ചയായും ഈ ഒരു മണിക്കൂറിനിടെ പെയ്ത മഴയിൽ ആണ് ഇത്രയധികം വെള്ളക്കെട്ടുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഈ വഴി സഞ്ചരിച്ചപ്പോൾ ഇത്രയും വെള്ളക്കെട്ടോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു മണിക്കൂറിനിടെ ഉണ്ടായ വെള്ളക്കെട്ടാണ് നമുക്ക് ഈ കാണുന്നത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെയുള്ളവ നടപ്പാക്കി എന്ന് പറയുമ്പോഴും പക്ഷെ അത് എത്രത്തോളം കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പായി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലേക്ക്, എടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലയിലേക്ക് പോകുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിലാണ്. ഈ പ്രധാനപ്പെട്ട പാതയുടെ സർവീസ് റോഡിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകും. അതേ സാഹചര്യം തന്നെ ഇപ്രാവശ്യവും അതുതന്നെയാണ്. ഈ കനാലുകളടക്കം ശുചീകരിച്ച്, ഈ ഇട റോഡുകളും കൈത്തോടുകളും അടക്കം ശുചീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കുന്നുണ്ട് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് എത്രത്തോളം നടപ്പായി എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് എന്നുള്ളതാണ്. ഒരു മണിക്കൂറിനിടെ മഴ പെയ്തപ്പോൾ ഇത്രയധികം വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചെറുവാഹനങ്ങൾക്കൊന്നും ഈ സർവീസ് റോഡിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അല്പം മുമ്പ് ഒരു ബൈക്ക് വളരെ സൂക്ഷിച്ച് വളരെ അപകടാവസ്ഥയിലാണ് ഇതിലൂടെ കടന്നുപോയത്. അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകളൊക്കെ നടന്നു പോകുന്നത് കാണാം. ഏകദേശം മുട്ടിന്റെ അത്രയും വെള്ളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രധാന പാതയുടെ സർവീസ് റോഡിന്റെ അവസ്ഥ ഇതാ ഇങ്ങനെ തന്നെയാണ് എന്ന് വേണം പറയാൻ. പലയിടങ്ങളിലും ഇതുപോലെയുള്ള വെള്ളക്കെട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ ഭാഗങ്ങളിൽ വീടുകളിലേക്കടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു. അത്തരത്തിൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കനാലുകളടക്കം ശുചീകരിച്ച് മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അത് ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തിയത് എന്നുകൂടി പരാതികളും കാര്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. ഈ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ ഒരു മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ, അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഈ ഒരു സമയങ്ങളിലുള്ള ഒരു റോഡ് കൂടിയാണ്. ആ ഒരു റോഡിലാണ് ഇത്രയധികം വെള്ളക്കെട്ടുള്ളത്. അത് ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ജീവനക്കാരൊക്കെ ഓഫീസുകളിലേക്ക് പോകുന്ന ഒരു സമയമാകുമ്പോഴേക്കും, കുട്ടികൾ പോകുന്ന അല്ലെങ്കിൽ റോഡ് സജീവമാകുന്ന ഒരു സമയമാകുമ്പോഴേക്കും കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു വെള്ളക്കെട്ട് കാരണം അത്തരത്തിലുള്ള ഗതാഗത കുരുക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മഴ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.